ഹരേ കൃഷ്ണ. അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാവർക്കും, ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ എല്ലാവർക്കും വീണ്ടും ഒരു രാമായണം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് രാമായണം ക്ലാസ് തൽക്കാലം ഒരു വിരാമം വെച്ചിരുന്നു. കാരണം രാമായണ മാസം നമ്മൾ 30 ദിവസവും 26 ദിവസങ്ങൾ രാമായണം കേട്ടു. മുഴുവൻ യുദ്ധകാന്ഡം വരെയുള്ള മുഴുവൻ രാമായണ ഭാഗങ്ങളും കേട്ടു. പക്ഷെ എന്നാലും രാമായണം എന്ന് പറയുന്നത് എത്ര കേട്ടാലും മതിവരാത്ത ഒന്നാണ് എന്ന് നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സീരീസ് രാമായണം ക്ലാസ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ ഒരു കിഷ്കിന്ധാ കാണ്ഡം വരെയാണ് നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്ത്, കിഷ്കിന്ധാ കാണ്ഡത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കിഷ്കിന്ധാ കാണ്ഡത്തിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത് എന്ന് നമ്മൾക്ക് ആദ്യം ഒന്ന് നോക്കാം. രാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും കൂടി പമ്പാ സരോവരത്തിൻ്റെ തീരത്ത് വെച്ച് ശബരി മാതംഗ ഋഷിയുടെ ശിഷ്യ പറഞ്ഞതിനനുസരിച്ച് ഹനുമാനെ കണ്ടെത്തുന്നു. ഹനുമാൻ കണ്ടെത്തിയതിന് ശേഷം ഹനുമാൻ അവരെയും കൊണ്ട് സുഗ്രീവൻ എന്ന വാനര രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അദ്ദേഹം സ്വന്തം രാജ്യത്തു നിന്ന് നിഷ്കാസിതനാണ്. എന്തോ ഒരു കാരണം കൊണ്ട് അദ്ദേഹം വന്നിട്ട് ഋഷിമുഖ പർവ്വതത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ 4 സുഹൃത്തുക്കളുമുണ്ട്. അപ്പോൾ ഇവർ രണ്ടും തമ്മിൽ എന്താണ് സംഭാഷണം നടത്തുന്നു, സഖ്യം സ്ഥാപിക്കുന്നു. സീതാന്വേഷണത്തിന് സഹായിക്കാമെന്ന് സുഗ്രീവൻ വാക്കുകൊടുക്കുന്നു. പക്ഷെ അതിനു മുമ്പ് സുഗ്രീവന്റെ വിഷമഘട്ടത്തിൽ നിന്ന് സുഗ്രീവനെ രക്ഷിക്കുക എന്നത് രാമചന്ദ്രമൂർത്തിയുടെ ഉത്തരവാദിത്തമാണെന്ന് രാമചന്ദ്രമൂർത്തി സുഗ്രീവനോട് പറയുന്നു. അപ്പോഴാണ് വാലി എന്ന തൻ്റെ ജ്യേഷ്ഠനെ കുറിച്ച് സുഗ്രീവൻ പറയുന്നത്. എന്തുകൊണ്ടാണ് താൻ ഈ ഋഷിമുഖ പർവ്വതത്തിൽ ഈ പ്രകാരം ഒളിച്ചു താമസിക്കുന്നത് എന്ന് സുഗ്രീവൻ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, രാമചന്ദ്രമൂർത്തിയോട് പറയുകയാണ്. അപ്പോൾ ആ കഥയെല്ലാം രാമചന്ദ്രമൂർത്തി കേട്ടു. അവസാനം വാലി മായാവി എന്ന അസുരനെ പിന്തുടർന്ന് ഒരു പാതാള ഗർത്തത്തിലേക്ക് പോവുകയും സുഗ്രീവൻ കാത്തിരിക്കുകയും വാലി പറഞ്ഞതിനനുസരിച്ച് താൻ വന്നില്ല എന്ന സൂചന, അല്ലെങ്കിൽ താൻ മരിച്ചു എന്നുള്ള സൂചന കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗർത്തം അടച്ചു വെച്ചിട്ട് തിരികെ രാജ്യത്തിലേക്ക് പോകണമെന്ന് ജ്യേഷ്ഠൻ പറഞ്ഞതിനനുസരിച്ച് സുഗ്രീവൻ അങ്ങനെ ചെയ്യുകയും, പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ട് സുഗ്രീവനെ വാലി എന്ത് ചെയ്യുന്നു, തിരികെ എത്തിയ വാലി സുഗ്രീവനെ നിഷ്കാസിതനാക്കുന്നു സ്വന്തം രാജ്യത്ത് നിന്നും. അതുമാത്രമല്ല, സുഗ്രീവന്റെ ഭാര്യ റുമയെ അവളുടെ സമ്മതമില്ലാതെ സുഗ്രീവൻ ജീവിച്ചിരിക്കെ തന്നെ എന്ത് ചെയ്യുന്നു, സ്വന്തം അന്തഃപുരത്തിലേക്ക് പത്നിയായി കൂട്ടുകയും ചെയ്യുന്നു. ഈ 2 തെറ്റും ചെയ്യുന്നത് കൊണ്ട് വാലി വധശിക്ഷയ്ക്ക് അർഹനാണ്. അത്രയ്ക്ക് അധർമ്മിയായിട്ടുള്ള ഒരാൾക്ക് രാജാവായി തുടരാൻ സാഹചര്യം അനുവദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തി സുഗ്രീവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, തീരുമാനിക്കുന്നു. പക്ഷേ സുഗ്രീവന് അപ്പോഴാണ് ഒരു സംശയം വരുന്നത്. സുഗ്രീവന്റെ മനസ്സിലുണ്ടാകുന്ന സംശയം എന്താണ്? സുഗ്രീവൻ വിചാരിക്കുന്നു, മായാവിയെ പോലുള്ള അത്രയും വലിയ അസുരന്മാരെയും മരണത്തിന്റെ വക്കിൽ നിന്നും വരെ രക്ഷപ്പെട്ടു വന്നിരിക്കുന്ന വാലി അത്രയ്ക്ക് ശക്തിമാനാണ്. ആ വാലിയെ പേടിച്ചിട്ടാണ്, ജീവൻ രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് ഋഷിമുഖ പർവ്വതത്തിൽ ഞാൻ ഇരിക്കുന്നത്. ഈ മനുഷ്യനായ രാമന്റെ എന്ത് ധൈര്യത്തിലാണ് ഞാൻ എൻ്റെ ജീവനെ വന്നിട്ട് പന്തയം വെക്കേണ്ടത്? അതായത് രാമചന്ദ്രമൂർത്തിയുടെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ കഴിവില് സുഗ്രീവന് സംശയം വരുന്നു. അത് സുഗ്രീവൻ പറയുകയും ചെയ്തു. രാമൻ വെറും മനുഷ്യനാണ്. ആ മനുഷ്യന് ഈ ഇത്രയും ശക്തിമാനായ വാലിയെ നേരിടാൻ വേണ്ടിയിട്ട് എന്ത് കഴിവാണുള്ളത് എന്ന് സുഗ്രീവൻ സംശയിക്കുന്നു. ആ സുഗ്രീവൻ പറഞ്ഞതോടുകൂടി എല്ലാവരും വന്നിട്ട് സുഗ്രീവനെ നോക്കുകയാണ്. എന്താണ് സുഗ്രീവൻ ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ നിർത്തിയത്. സുഗ്രീവൻ എന്താണ് വേണ്ടത്? വിശ്വാസം. ആ വിശ്വാസം നൽകാൻ വേണ്ടിയിട്ട് രാമചന്ദ്രമൂർത്തിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് അവിടെ നിന്നും തുടരാം. ചെറിയൊരു കീർത്തനം ചെയ്യാം. അതിനു മുമ്പ് ശ്രീരാം ജയ രാം ജയ ജയ രാം, 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 ശ്രീരാം ജയ രാം ജയ ജയ രാം,
जय राम जय जय राम, श्री राम जय राम जय जय राम, श्री राम जय जय राम, श्री राम जय जय राम। हरे कृष्ण। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। नमः ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्निति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे, निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे ഹരേ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മളിവിടെ എവിടെയാണ് നിൽക്കുന്നത്? സുഗ്രീവൻ ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചപ്പോൾ അതിനു വേണ്ടിയിട്ട് രാമചന്ദ്രമൂർത്തി എന്ത് ചെയ്യുന്നു? സുഗ്രീവന്റെ വിശ്വാസം നേടാൻ വേണ്ടിയിട്ട് രാമചന്ദ്രമൂർത്തി പരീക്ഷണത്തിന് തയ്യാറാകുന്നു. എന്ത് പരീക്ഷണമാണ് സുഗ്രീവൻ ചെയ്യാൻ പോകുന്ന രാമചന്ദ്രമൂർത്തി? അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവരെല്ലാം വന്നിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് സുഗ്രീവനോടൊപ്പം. സുഗ്രീവൻ തൻ്റെ കഥ പറഞ്ഞതിന് ശേഷം മൗനിയായിരുന്നു. കാരണം സുഗ്രീവനാണെങ്കിൽ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ ചിന്ത വന്നിട്ട് സുഗ്രീവൻ പുറത്ത് പറഞ്ഞതോടുകൂടി എല്ലാവരും സുഗ്രീവനെ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? സംശയത്തോടു കൂടി വീക്ഷിക്കുകയാണ്. ഇതെന്താണ് സുഗ്രീവൻ പറയുന്നത്? രാമചന്ദ്രമൂർത്തിയുടെ കഴിവിൽ വിശ്വാസമില്ല എന്ന് പറയുകയും അതിനു വേണ്ടിയിട്ട് വീണ്ടും പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു സംശയം പ്രകടിപ്പിച്ചതോടുകൂടി എല്ലാവരും, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹനുമാനും നളനും നീലനും തരുവും എല്ലാവരും തന്നെ എന്ത് ചെയ്യുകയാണ്? സുഗ്രീവനെ ഒരു അത്ഭുതത്തോടുകൂടി വിചാരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ലക്ഷ്മണനാണുള്ളത്. ലക്ഷ്മണൻ ചിന്തിക്കുകയാണ്, ശരിക്കും സുഗ്രീവൻ വന്നിട്ട് രാമചന്ദ്രമൂർത്തിയുടെ കഥകൾ കേട്ടിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വീരകഥകൾ കേൾക്കുക മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് കാണുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീരകൃത്യങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് വിശ്വസിക്കുക? സ്വന്തം ജീവനാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? രാമനെ വിശ്വസിച്ച് ബാലിയുടെ മുന്നിൽ ചെന്ന് യുദ്ധം ചെയ്യാൻ പോവുകയാണെങ്കിൽ സുഗ്രീവൻ ചെയ്യേണ്ടത്. പക്ഷേ അതെങ്ങനെ നടക്കും? ആ ഒരു കാര്യത്തിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ വിശ്വാസം വേണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുവെങ്കിലും ലക്ഷ്മണന് ഭയങ്കര ഇറിറ്റേഷനായി. അതായത് ലക്ഷ്മണന് ഭയങ്കര വിഷമം തോന്നി, അല്ലെങ്കിൽ ഒരു നീരസം തോന്നി. എന്താണ്? ഒരു വാനരനെ സ്വന്തം കഴിവ് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് രാമചന്ദ്രമൂർത്തിക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഈ കഴിവുകൾ പ്രദർശനം അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പരീക്ഷിക്കണം, അല്ലെ പരീക്ഷണമൊക്കെ നടത്തേണ്ടി വരുന്നു. ഇത് എവിടുത്തെ കാര്യമാണ്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ലക്ഷ്മണൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ബാക്കി എല്ലാവരും ഇപ്രകാരം തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ സുഗ്രീവൻ അവരെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? മാതംഗ ഋഷിയുടെ ആശ്രമം ആദ്യം എവിടെയാണോ ഇരുന്നത് അവിടേക്ക്. അവിടെ ആ പോകുന്ന വഴിയിലെല്ലാം ആ ചോരപ്പാടുകൾ ദുന്ദുബിയെ വലിച്ചെറിഞ്ഞപ്പോൾ ദുന്ദുബിയുടെ ശരീരം വന്ന് മാതംഗ ഋഷിയുടെ ആശ്രമത്തിൻ്റെ കവാടത്തിൽ വീണപ്പോൾ നടന്ന ആ ഒരു ഉണങ്ങിയ ചോരപ്പാടുകൾ ഇപ്പോഴും മാഞ്ഞിട്ടില്ല. അവർ നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും രാമചന്ദ്രമൂർത്തിക്ക് ആ ആശ്രമം കാണുമ്പോൾ രണ്ട് തരത്തിലുള്ള വികാരങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, സുഗ്രീവൻ രാമചന്ദ്രമൂർത്തി കരുതുന്നത് മാതംഗ ഋഷി എന്ന് പറയുന്ന ആ പരിശുദ്ധ ഭക്തന്റെ ആശ്രമം കാണാൻ സാധിച്ചു എന്നതിലുള്ള സന്തോഷം ഒന്ന്. രണ്ടാമത്, വാലിയുടെ ആ ഒരു സെൻസിറ്റീവ് അല്ലാത്ത എന്നിട്ട് ഒരു ബുദ്ധിയില്ലാത്ത പ്രവൃത്തി കൊണ്ട് എന്ത് നാശനഷ്ടമാണ് ഈ മനോഹരമായിട്ടുള്ള ആശ്രമത്തിന് വന്നിരിക്കുന്നത്. അത് കാരണം വളരെ ഒരു പ്രത്യേകതയുള്ള വ്യക്തിയായ ആ മാതംഗ ഋഷിക്ക് പരിശുദ്ധ ഭക്തന് എന്ത് ചെയ്യേണ്ടി വന്നു? സ്വന്തം ആശ്രമം മാറ്റേണ്ടി വന്നു. മാതംഗ ഋഷി അവിടെ നിന്നും ഋഷിമുഖ പർവ്വതത്തിൻ്റെ താഴ്വാരത്തുള്ള ആ ഒരു പമ്പാ സരോവരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സ്വന്തം വാസസ്ഥാനം മാറ്റിയിരുന്നു. അതിനുശേഷം അതൊക്കെ അവിടെ വെച്ചാണ് മാതംഗ ഋഷിയുടെ ശിഷ്യയായ ശബരിയെ വന്നിട്ട് ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നത്.
പക്ഷേ ഈ ഒരു രണ്ട് വ്യത്യസ്ത വികാരങ്ങൾ കൊണ്ട് മനസ്സിൽ കലുഷിതമാണെങ്കിലും രാമചന്ദ്രമൂർത്തി പെട്ടെന്ന് അതിനെയെല്ലാം മാറ്റിയിട്ട് താൻ ചെയ്യേണ്ട കർത്തവ്യത്തെക്കുറിച്ച് ബോധവാനായി. കാരണം ഇനി സീതാന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ സുഗ്രീവന് തൻ്റെ കഴിവിൽ വിശ്വാസം വേണം. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എന്താണ് ആ കഴിവ്, അല്ലെങ്കിൽ എങ്ങനെയാണ് തെളിയിക്കേണ്ടത്, സുഗ്രീവൻ്റെ ടെസ്റ്റ് എന്താണ് എന്ന്. സുഗ്രീവൻ്റെ ഒരു ടെസ്റ്റ് ഇവർ പോകുന്ന വഴിക്ക് തന്നെ കഴിഞ്ഞു. എന്താണ് ഇത്രയും സുഗ്രീവന് മനസ്സിലായി. സുഗ്രീവന്റെ ചുറ്റിനും വരുന്ന ലക്ഷ്മണനും ഹനുമാനും നളനും നീലനും തരുവും എല്ലാം വന്നിട്ട് സുഗ്രീവനെ ഈ പ്രകാരം നീരസത്തോടുകൂടിയാണ് വീക്ഷിക്കുന്നത് എന്ന് സുഗ്രീവന് മനസ്സിലായി. പക്ഷേ സുഗ്രീവൻ ചിന്തിച്ചത് രാമചന്ദ്രമൂർത്തിയുടെ മുഖമാണ്. സുഗ്രീവൻ കണ്ടത് ശ്രദ്ധിച്ചതൊക്കെ രാമചന്ദ്രമൂർത്തിയുടെ മുഖമാണ്. എന്താണ് സുഗ്രീവൻ ശ്രദ്ധിക്കുന്നത്? രാമചന്ദ്രമൂർത്തിയുടെ മുഖത്ത് ഈ ഒരു ഭാവവ്യത്യാസമുണ്ടോ, നീരസമുണ്ടോ എന്ന്. ഇല്ല. അദ്ദേഹം വളരെ ട്രാങ്ക്വിലിറ്റി, അല്ലെങ്കിൽ വളരെ ശാന്തനായി സ്ഥിരനായി ഈ ഒരു കർത്തവ്യത്തിന് വേണ്ടി പോകുന്നതാണ് സുഗ്രീവൻ കാണുന്നത്. കാരണം ഇൻസൾട്ട് കിട്ടുക എന്നുള്ളതാണ് പരീക്ഷിക്കുന്ന ഇത്. കാരണം അത്രയും ഒരു ക്ഷത്രിയന് ഒരു വാനരന്റെ മുന്നിൽ കഴിവ് തെളിയിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇൻസൾട്ട് തന്നെയാണ്. അപ്പോൾ ആ ഇൻസൾട്ട് കിട്ടുക എന്നുള്ളത് എന്താണ്, അയാളുടെ മാനസിക സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. പക്ഷെ എന്നിട്ടും രാമചന്ദ്രമൂർത്തിയുടെ മാനസിക അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം, ഒരു നീരസവുമില്ല. അദ്ദേഹത്തിൻ്റെ മുഖം ശാന്തവുമായിരുന്നു. ഇപ്പോൾ സുഗ്രീവന്റെ ആദ്യത്തെ ടെസ്റ്റ് കഴിഞ്ഞു. എന്താണ്, വാലിയോട് എതിർക്കണമെന്നുണ്ടെങ്കിൽ, മുൻകോപിയായിട്ടുള്ള വാലിയോട് എതിർക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്ഷമയും സ്ഥൈര്യവും അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുകയില്ല. യുദ്ധത്തിൽ ആ സമാധാനമായിട്ട് ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ വിജയം വരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് രാമചന്ദ്രമൂർത്തി പാസ്സായി. വാലിയോട് എതിർക്കണമെന്നുണ്ടെങ്കിൽ ക്ഷമയും ധൈര്യവും ബലം മാത്രമല്ല, മാനസിക സന്തുലിതാവസ്ഥയും കൂടി വേണമെന്ന് ആര് പറയുന്നു? സുഗ്രീവൻ മനസ്സിൽ ചിന്തിക്കുന്നു. ആ ടെസ്റ്റ് പാസ്സായി രാമചന്ദ്രമൂർത്തി. അടുത്തത് അവരെ എത്തിയിരിക്കുന്നത് വളരെ ഒരു പ്രത്യേകതയുള്ള സ്ഥലത്താണ്. ആ ആശ്രമ കവാടത്തിൽ ദുന്ദുഭിയുടെ ശരീരം വന്ന് വീണ സ്ഥലത്ത് ഇപ്പോൾ ഒരു അസ്ഥികൂടമാണ്. വളരെ വലിയൊരു അസ്ഥികൂടം. കാരണം അത്രയ്ക്ക് ഭീമാകാരനായിട്ടുള്ള ഒരു പോത്തിൻ്റെ രൂപത്തിലാണ് അസുരൻ വന്നിരുന്നത്. ഇപ്പോൾ അവിടെയുള്ളത് എന്താണ്, ആ കാർക്കസ്, അതായത് മജ്ജയും മാംസവും ഒക്കെ മാറിയിട്ട് വെറും അസ്ഥികൂടം മാത്രമായിട്ട്, എന്നിട്ടും അത് അത്ര വലുതാണ്. ഇപ്പോൾ രാമചന്ദ്രമൂർത്തി സുഗ്രീവൻ്റെ മുഖത്ത് നോക്കി, സുഗ്രീവൻ രാമചന്ദ്രമൂർത്തിയുടെ മുഖത്ത് നോക്കി. എന്നിട്ട് രാമചന്ദ്രമൂർത്തി വലത്തെ പുരികം മേലേക്ക് ആക്കിക്കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഒന്നും സംസാരിച്ചില്ല. സുഗ്രീവനും ഈ പ്രകാരം 2 വിരൽ, അതായത് ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങയും കാണിച്ചു. എന്താണ് ഉദ്ദേശിക്കുന്നത്? രാമചന്ദ്രമൂർത്തിയുടെ ആ വളരെ വിഖ്യാതമായിട്ടുള്ള കോദണ്ഡം, ആ വില്ലിൻ്റെ 200 മടങ്ങ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ വില്ലിൻ്റെ 200 മടങ്ങ് മുകളിലേക്ക് ഈ അസ്ഥികൂടത്തെ എന്ത് ചെയ്യണം? തട്ടിത്തെറിപ്പിക്കണം. ഇതാണ് സുഗ്രീവന്റെ പരീക്ഷണം. രാമചന്ദ്രമൂർത്തി അപ്പോഴും ലക്ഷ്മണനെ നോക്കിയപ്പോൾ ലക്ഷ്മണനാണെങ്കിൽ അവജ്ഞയാണ് തോന്നുന്നത്. ലക്ഷ്മണൻ അറിയാം രാമചന്ദ്രമൂർത്തി ആരാണ് എന്ന്, ഭഗവാനാണെന്നറിയാം. വസുദേവ സത്വം, അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷൻ, ശുദ്ധസത്വത്തിൽ നിൽക്കുന്ന ഭഗവാൻ വന്നിട്ട് അമംഗളകരമായിട്ടുള്ള ഈ അസ്ഥികൂടത്തിനെ, അതും ആർക്ക് വേണ്ടി, വെറും ഒരു വാനരനെ എന്ത് ചെയ്യാൻ വേണ്ടി, സ്വന്തം കഴിവ് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് എത്ര ഒരു കഠിനകരമായിട്ടുള്ള ആവശ്യമാണ് എന്ന് ലക്ഷ്മണൻ ചിന്തിക്കുകയാണ്. അവജ്ഞയോടുകൂടി ലക്ഷ്മണൻ ചിന്തിക്കുകയാണ്. പക്ഷെ രാമചന്ദ്രമൂർത്തിക്ക് അതൊന്നും പ്രശ്നമല്ല. രാമചന്ദ്രമൂർത്തി എന്ത് ചെയ്യുന്നു? നേരെ അവിടെ ചെന്ന് നിന്നു. ഈ വലിയ അസ്ഥികൂടത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ രാമചന്ദ്രമൂർത്തി ഇത്രയേ ഉള്ളൂ, ചെറുതാണ്. എന്നിട്ടും രാമചന്ദ്രമൂർത്തി ചെറുതാണ്. അപ്പോൾ രാമചന്ദ്രമൂർത്തി എന്ത് ചെയ്യുന്നു? നടന്ന് അവിടെ ചെന്ന് നിന്നിട്ട് പിന്നെ കണ്ടത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. അവരെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുമ്പോൾ രാമചന്ദ്രമൂർത്തി തൻ്റെ ഇടത്തെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ചെറുതായിട്ട് ഒന്ന് തട്ടിയതും അവിടെ കിടന്നിരുന്ന അത്രയും വലിയ ഒരു മല പോലെ കിടന്നിരുന്ന അസ്ഥികൂടം വന്നിട്ട് അടുത്ത നിമിഷം മേലേക്ക് പറന്നു. എന്നിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ അവർ നോക്കിയിരിക്കുമ്പോൾ അത് ആകാശത്തൊരു പുട്ടുപോലെ അപ്രത്യക്ഷമായി, കാണാനേ ഇല്ലാതെ. അവർ നിന്നിരുന്ന ഋഷ്യമുഖ പർവ്വതത്തിൻ്റെ അവിടെ നിന്നും 10 യോജന വന്നിട്ട് എന്ത് ചെയ്യുന്നു? തിരികെ വന്നു. അത്
എന്നിട്ട് ഒരു കൊടുങ്കാറ്റ്, പൊടി പറക്കുന്ന കാറ്റ് പോലെ വന്നിട്ട് അത് വിശാലമായിട്ട് ചിതറിത്തെറിച്ചിട്ട് 10 യോജന സ്ഥലത്തേക്ക് അത് ചിതറിത്തെറിക്കുകയുണ്ടായി. വളരെയധികം അത്ഭുതകരമായിട്ടുള്ള കാര്യം, അവിശ്വസനീയമായിട്ടുള്ള പ്രതിഭാസം. ഇവരെല്ലാവരും എന്തു ചെയ്യുന്നു? നോക്കിയിരിക്കുന്നു. അത് ഭയങ്കര അത്ഭുതകരമായിരുന്നു. എല്ലാ വാനരന്മാരും അത് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? സുഗ്രീവൻ വന്നിട്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. സുഗ്രീവൻ അവസാനം ഞാൻ എന്ത് ചെയ്യുകയാണ്? ഈ തുള്ളിച്ചാടുന്ന ഡാൻസ് ചെയ്യുന്നു സുഗ്രീവൻ. എന്താണ് കാര്യം? അത്രയധികം അത്ഭുതകരമായിട്ടുള്ള ശക്തിയുടെ പ്രദർശനമാണ് രാമചന്ദ്രമൂർത്തി ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സുഗ്രീവൻ വിളിച്ചു പറയണമെന്നുണ്ട്, അവസാനം ഞാൻ ഈ സ്വതന്ത്രനാകാൻ പോവുകയാണ്, വാലി നിന്റെ അന്ത്യമടുത്തടാ, നിന്റെ അന്ത്യമടുത്തു എന്ന് സുഗ്രീവന് പറയണമെന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പക്ഷേ സുഗ്രീവൻ വീണ്ടും അവിടെ ഇരുന്നു. എന്നിട്ട് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. സുഗ്രീവൻ ചിന്തിക്കുകയാണ്, ഇതെന്താണ് രാമചന്ദ്രമൂർത്തി തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞത്? അത്ര ശക്തിമത്തായിട്ടുള്ള ഒരു കാര്യം ചെയ്തു എന്ന് രാമചന്ദ്രമൂർത്തിയോട് സുഗ്രീവൻ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. എങ്കിലും എന്താണ് ചെയ്തത്? രാമചന്ദ്രമൂർത്തി തട്ടിത്തെറിപ്പിച്ചത് അസ്ഥികൂടമാണ്. വാലി യുദ്ധം ചെയ്തത് മജ്ജയും മാംസവും ഒക്കെ ഉണ്ടായിരുന്ന, ജീവനും ശക്തിയും ഒക്കെ ഉണ്ടായിരുന്ന ആ ദുന്ദുബിയോടാണ്. അപ്പോൾ ആര് ചെയ്ത കാര്യമാണ് കുറച്ചും കൂടി പവർഫുൾ അല്ലെങ്കിൽ ശക്തിമത്തായത് എന്ന് സുഗ്രീവൻ ചിന്തിച്ചു നോക്കി. സുഗ്രീവന്റെ അഭിപ്രായത്തിൽ രാമചന്ദ്രമൂർത്തി ഇപ്പോൾ ചെയ്തതിനേക്കാൾ മഹത്തായ പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ബലമാണ് വാലി അന്ന് ചെയ്തത്. കാരണം അന്ന് മുഴുവൻ ദുന്ദുബിയെ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? വാലി യുദ്ധത്തിൽ തോൽപ്പിച്ചിരിക്കുന്നത്. ലക്ഷ്മണൻ സുഗ്രീവന്റെ മുഖത്ത് ശ്രദ്ധിച്ചു നോക്കുകയാണ്. ഈ പല വിചാരങ്ങളും വികാരങ്ങളും സുഗ്രീവൻ പുറത്തൊന്നും പറയുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നി പറയുന്ന ഓരോ വികാരങ്ങളും വന്നിട്ട് ലക്ഷ്മണന് മനസ്സിലാക്കുന്നുണ്ട്. ഏത് വഴിക്കാണ് ഈ വാനരന്റെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ വരുന്നത് എന്ന് ലക്ഷ്മണൻ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ലക്ഷ്മണൻ പക്ഷെ ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ഈ ഒരു തവണയും കൂടി മാത്രമേ ഈ തരത്തിലുള്ള പരീക്ഷണത്തിന്, അതായത് രാമചന്ദ്രമൂർത്തിയെ ഈ പ്രകാരം പരീക്ഷണത്തിന് വിധേയനാവാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു. പക്ഷെ ഒന്നും പുറത്ത് പറഞ്ഞില്ല. ഇത്രയധികം ചിന്തിക്കുന്ന സുഗ്രീവനെ കുറിച്ച് ലക്ഷ്മണൻ മിണ്ടാതെ ഇരുന്നു. അവസാനം സുഗ്രീവൻ പറഞ്ഞു എന്താണ് താൻ ചിന്തിച്ചതെന്ന്. പക്ഷെ രാമചന്ദ്രമൂർത്തി അതിനും ഒന്നും മറുപടി പറഞ്ഞില്ല. എന്നിട്ട് രാമചന്ദ്രമൂർത്തി അത് അക്സെപ്റ്റ് ചെയ്തിട്ട് പറയുകയാണ്, എന്താണ് ഞാൻ ഇനി നിനക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? പറയൂ സുഗ്രീവ എന്ന് പറഞ്ഞു. സുഗ്രീവൻ ഒന്നും പറഞ്ഞില്ല, എണീറ്റ് നിന്നു. എന്നിട്ട് സുഗ്രീവൻ നേരെ നടക്കാൻ തുടങ്ങി. എന്താണ് അവിടെ പോകുന്ന കൂട്ടുകാരും പുറകെ പോകാൻ തുടങ്ങി, രാമലക്ഷ്മണന്മാരും പോകാൻ തുടങ്ങി, ഹനുമാനും എല്ലാം പോകാൻ തുടങ്ങി. അപ്പോൾ അവർക്കറിയാം ഇപ്പോൾ ചെയ്തതിനേക്കാൾ എന്തായാലും പ്രത്യേകതയുള്ള ടെസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ പരീക്ഷണമായിരിക്കും അടുത്തത്. അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് ഭയങ്കര അത്ഭുതകരവുമായിരിക്കും. അവർക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. ഒരു വാനരനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് രാമചന്ദ്രമൂർത്തി ഇത്തരത്തിൽ തൻ്റെ ശക്തി പ്രദർശിപ്പിക്കേണ്ടി വരുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം മറച്ചു വെച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ അമാനുഷികമായിട്ടുള്ള കഴിവുകളെയൊക്കെ കാണാൻ കിട്ടുന്ന അസുലഭരമായിട്ടുള്ള ആ അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരെല്ലാം വന്നിട്ട് എന്ത് ചെയ്തു? സുഗ്രീവൻ വിളിച്ചുകൊണ്ട് പോകുന്ന രാമചന്ദ്രമൂർത്തിയുടെ പിന്നാലെ പോയി. പിന്നെ അവർ നടന്ന് എന്ത് ചെയ്തത്? അവസാനം അവരൊരു സ്ഥലത്തെത്തി. എന്താണ് അവിടെ ഒരു 7 സാലവൃക്ഷങ്ങൾ ഇങ്ങനെ വൃത്താകൃതിയിൽ നിൽപ്പുണ്ട്. ആ 7 സാലവൃക്ഷങ്ങൾ ഒരു പെർഫെക്റ്റ് സർക്കിളിലാണ് ഇങ്ങനെ ഈക്വി ഡിസ്റ്റൻ്റ് ആയിട്ട്. ഓരോ വൃക്ഷങ്ങൾക്ക് ഇടയിലും ഒരു പ്രത്യേക തരത്തിലുള്ള അകലമാണുള്ളത്. ഇങ്ങനെ വൃത്താകൃതിയിലാണ് അവർ നിൽക്കുന്നത്. ആ വൃത്താകൃതിയിലായിട്ട് നിൽക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ സാലവൃക്ഷങ്ങളൊക്കെ ഭയങ്കര നീളവും ഭയങ്കര വിശാലമായതുമാണ്. ഒരുപാട് ബ്രാഞ്ചസും ഒരുപാട് ഇലയും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനകത്ത് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഒരു തടവറയിൽ അകപ്പെട്ടതുപോലെയാണ് തോന്നുന്നത്. കാരണം അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ മേലെ നിന്ന് ആരോ തന്നെ നിരീക്ഷിക്കുന്നത് പോലെ തോന്നും. അത് മാത്രമല്ല അത്രയും തടിയും വീതിയും മണ്ണവും ഒക്കെയുള്ള മരങ്ങളായത് കാരണം അതിൻ്റെ അകത്ത് ഒരു തടവറ പോലെയാണ്. അവിടെയാണ് ഇപ്പോൾ അവർ വന്ന് നിൽക്കുന്നത്. സുഗ്രീവൻ എല്ലാവരെയും കൂടെ കൂട്ടി അതിനകത്താണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ സുഗ്രീവൻ പറയുകയാണ്, ഇതാണ് മൂന്നാമത്തെ ചലഞ്ചിന് വേണ്ടിയിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത്. എന്താണ് ഈ സ്ഥലം എന്ന് പറയുന്നത്? വാലിയുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കളിസ്ഥലമാണ്. കായികക്ഷമത പരീക്ഷിക്കാനുള്ള ഒരു കളിസ്ഥലം.
വാലി എന്താണ് ചെയ്യുന്നത്? എല്ലാ വർഷവും ഇവിടെ വരും തൻ്റെ കായികക്ഷമത പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, അത്ഭുതകരമായിട്ടുള്ള ആ കാഴ്ച വേറെ ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, വാലിക്ക് മാത്രം. ആ കായികക്ഷമത തെളിയിക്കാനുള്ള പരീക്ഷണം വാലി ചെയ്യുന്നത് ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എന്നിട്ട് സുഗ്രീവൻ ലക്ഷ്മണനെ നോക്കി. ലക്ഷ്മണൻ്റെ മുഖത്ത് ഒരു പുച്ഛഭാവം. എന്താണ് ഈ കായികക്ഷമത പരീക്ഷണം എന്ന് ലക്ഷ്മണൻ കേൾക്കുന്നതിന് മുന്നേ ലക്ഷ്മണൻ്റെ മുഖത്ത് പുച്ഛഭാവമാണ്. അപ്പോൾ സുഗ്രീവൻ മനസ്സിൽ വിചാരിച്ച് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് ഈ പുച്ഛഭാവം ഉണ്ടാകുന്നത് ലക്ഷ്മണന്. ഞാൻ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ ലക്ഷ്മണൻ്റെ പുച്ഛഭാവമൊക്കെ മാറിക്കോളും എന്ന് ആര് വിചാരിച്ചു? സുഗ്രീവൻ വിചാരിച്ചു. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു തുടങ്ങി. സുഗ്രീവൻ പറയുകയാണ്, വാലി ഈ 7 സാലവൃക്ഷങ്ങളെയും ആ അന്നത്തെ ദിവസം തൻ്റെ കായിക ബലം വെച്ചിട്ട് മുഴുവൻ ഇലയും, എല്ലാ ബ്രാഞ്ചസിൽ നിന്നും മുഴുവൻ ഇലയും പൂവും കായും എല്ലാം പൊഴിപ്പിച്ച് നഗ്നരാക്കി മാറ്റും ഈ വൃക്ഷങ്ങളെ. എങ്ങനെയാണിത് ചെയ്യുന്നത്? അതും വളരെ അത്ഭുതകരമാണ്. ഇതിൻ്റെ നടുക്ക് നിന്നും വാലി ഒറ്റ ചാട്ടം ചാടും ഒരു സാലവൃക്ഷത്തിൻ്റെ മേലേക്ക്, ഏറ്റവും മേലത്തെ ബ്രാഞ്ചിലേക്ക്. തൻ്റെ ശക്തി, ശരീരത്തിൻ്റെ ശക്തി എല്ലാം ഉപയോഗിച്ച് അതിനെ വളയ്ക്കും. എന്നിട്ട് അടുത്ത സാലവൃക്ഷത്തിനെ പിടിക്കും. ഈ 2 സാലവൃക്ഷങ്ങളെയും ഒരുമിച്ച് വളച്ച് അടുത്ത സാലവൃക്ഷത്തിനെ പിടിക്കും. എന്നിട്ട് അങ്ങനെ 3, 4, 5, 6, 7 മുഴുവൻ സാലവൃക്ഷത്തിനെയും തൻ്റെ ശക്തി 2 കൈ കൊണ്ടും പിടിച്ചിട്ട് ഇതിൻ്റെ നടുക്ക് ആര് തൂങ്ങിക്കിടക്കും? വാലി തൂങ്ങിക്കിടക്കും. അപ്പോൾ വാലി എന്താണ് ചെയ്യുന്നത്? ഈ സാലവൃക്ഷങ്ങളുടെ എല്ലാം മുഴുവൻ വന്നിട്ട് 7 എണ്ണത്തിനെയും പിടിച്ച് ഒരേപോലെ അതിൻ്റെ ആ മേലാപ്പ് പോലെ വാലിയുടെ മേലെ വന്നിട്ട് സാലവൃക്ഷം എന്ത് ചെയ്യും? ഒരു മേലാപ്പ് പോലെ ഇങ്ങനെ കുട പോലെ നിൽക്കും. വാലി അതിനെ താഴോട്ട് പിടിക്കും. അപ്പോൾ വാലിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഇത്രയധികം പവർ തനിക്കുണ്ട് എന്ന് വാലി പറയും സുഗ്രീവൻ്റെ അടുത്ത്. നോക്ക്, ഈ മേലാപ്പെന്ന് പറയുന്നത് ഒരു രാജകീയ ഛത്രം പോലെയാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ പ്രപഞ്ചത്തിലെ രാജാവുമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ സുഗ്രീവൻ്റെ അടുത്ത് പറയും. സുഗ്രീവൻ പറയുകയാണ്, ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതാണ് ഇതെന്ന്. എന്നിട്ട് ഈ ഒരു പ്രവൃത്തി, അതായത് തൻ്റെ കായിക ബലം അറിഞ്ഞതിന് ശേഷം വാലി എന്ത് ചെയ്യും? വാലി പെട്ടെന്ന് അതിനെ അങ്ങ് വിടും, താഴോട്ട് ചാടും. എന്നിട്ട് 2 കൈയും ഉയർത്തി വാലി എന്ത് ചെയ്യും? അവിടെ നിൽക്കും. എന്ത് സംഭവിക്കും? ഈ വിട്ടതിൻ്റെ റിവർബറേഷനിൽ എന്ത് ചെയ്യും? മരങ്ങളെല്ലാം കുലുങ്ങി വിറയ്ക്കാൻ തുടങ്ങും. ഭയങ്കര വയലൻ്റായിട്ട് കുലുങ്ങി വിറച്ചിട്ട് അതിൻ്റെ ബ്രാഞ്ചസിൽ നിന്നുള്ള ഇലകൾ എല്ലാം, അത് പഴുത്തതും പഴുക്കാത്തതുമായിട്ടുള്ള ഇലകളും പഴങ്ങളും എല്ലാം വന്നിട്ട് തല വീഴും. ആ വീഴുന്നത് ഒരു പുഷ്പവർഷം പോലെ വാലിയുടെ മേലേക്കാണ് വീഴുന്നത്. വാലി സാറ്റിസ്ഫൈഡ് ആകും. അതാണ് ആ ഒരു കായിക ബലം എന്ന് പറയുന്നത്. എന്ത് ചെയ്യും? ഈ ഇല പൊഴിച്ച് അവസാനം 7 വൃക്ഷങ്ങൾ ഒരുമിച്ച് നഗ്നരായതുപോലെ ഇരിക്കും. ഈ ഒരു കഥ ആര് പറഞ്ഞു? സുഗ്രീവൻ പറഞ്ഞതും എല്ലാ വാനരന്മാർക്കും കുളിര് കോരുന്നത് പോലെ തോന്നുന്നു. കാരണം അവരുടെ വാലി എന്ന രാജാവിൻ്റെ ആ വീരകൃത്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കാരണം ഇത്രയധികം അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം, ഇത്രയധികം കഠിനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വാലിക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നൊക്കെയാണ് സുഗ്രീവൻ പറയുന്നത്. എന്നിട്ട് സുഗ്രീവൻ പതുക്കെ ലക്ഷ്മണൻ്റെ മുഖത്ത് വീണ്ടും നോക്കി. കഥ കേട്ട് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മണൻ്റെ മുഖത്ത് ആ പുച്ഛഭാവത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. പക്ഷേ ആ പുച്ഛഭാവം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. സുഗ്രീവൻ വിട്ടു. എന്നിട്ട് സുഗ്രീവൻ പറയുകയാണ്, തൻ്റെ കഥ തുടരുകയാണ്. വേറെ ആർക്കും എന്നെ വിശ്വസിക്കും, വേറെ ആർക്കും ഇത് ചെയ്യാൻ കഴിയുകയില്ല. ഒരെണ്ണത്തിനെ പോലും ഒരൊറ്റ ആ ഒരു സാലവൃക്ഷത്തിനെ പോലും ഈ പ്രകാരം ചെയ്യാൻ കഴിയുകയില്ല. പിന്നെയാണോ 7 എണ്ണത്തിനെ ഒരുമിച്ച് വളച്ച് അതിനെ 7 എണ്ണത്തിനെ ഒരുമിച്ച് നശിപ്പിക്കുന്നത്, ഇലയെല്ലാം പൊഴിച്ചു കളയുന്നത്? എൻ്റെ സഹോദരൻ്റെ ആ കഴിവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ രാഘവ, അങ്ങയുടെ കഴിവിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, അങ്ങയുടെ സാഹസിക കൃത്യങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല ഒരിക്കലും. പിന്നെ എങ്ങനെയാണ് ഞാൻ അങ്ങയുടെ കഴിവിൽ വിശ്വസിക്കേണ്ടത്? അല്ലയോ സുഹൃത്തെ, അങ്ങ് വിചാരിക്കരുത് ഞാൻ അങ്ങയെ താഴ്ത്തിക്കെട്ടുകയോ അങ്ങയെ അവമതിക്കുകയോ ചെയ്യുകയാണെന്ന് ഞാൻ വിചാരിക്കരുത്. കാരണം എൻ്റെ സഹോദരൻ എൻ്റെ മേൽ ചെയ്തിരിക്കുന്ന ആ ചൂഷണം കൊണ്ടും ആ ഉപദ്രവം കൊണ്ടും ഉണ്ടായ ഭീരുത്വമാണ് എന്നെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അങ്ങയുടെ കഴിവിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അങ്ങയെ പരീക്ഷിക്കാൻ തയ്യാറാകുന്നത് അങ്ങയോടുള്ള അവമതിയോ അങ്ങയോടുള്ള
നിന്ദയോ കൊണ്ടല്ല, എൻ്റെ ഭീരുത്വം കൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും, കാരണം എൻ്റെ ജീവനെയാണ് ഞാൻ വന്നിട്ട് വാലിയുടെ മുന്നിൽ വന്നിട്ട് അങ്ങേ വിശ്വസിച്ചുകൊണ്ട് ചെന്ന് കൊടുക്കാൻ പോകുന്നത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് അങ്ങേ വിശ്വാസം ഉണ്ടായാൽ മാത്രമേ എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതെൻ്റെ ഭീരുത്വം കൊണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ കഴിവിൽ വന്നിട്ട് വിശ്വാസം വേണം. അപ്പോൾ രാമചന്ദ്രമൂർത്തി പതുക്കൽ സുഗ്രീവൻ്റെ തോളിൽ തട്ടിയിട്ട് ഇതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ആംഗ്യം കാണിച്ചു. എന്നിട്ട് പറയുകയാണ്, എന്താണ് ഇവിടെ ഞാൻ ചെയ്യേണ്ടത് എന്ന് സുഗ്രീവനോട് ചോദിച്ചു. അപ്പോൾ സുഗ്രീവൻ പറയുകയാണ്, വളരെ ഒരു ദീർഘനിശ്വാസമൊക്കെ എടുത്ത് സുഗ്രീവൻ പറയുകയാണ്, എല്ലാത്തിനെയുമല്ല, ഒരൊറ്റ സാലവൃക്ഷത്തിനെ അങ്ങയുടെ ഒരു അമ്പ് കൊണ്ട് എന്ത് ചെയ്യണം, ആ ഇല പൊഴിച്ച് നഗ്നമാക്കി കാണിക്കണം. ഒറ്റ ഒരെണ്ണം. വാലിയുടെ അത്രയും കഴിവൊന്നും അങ്ങ് പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരൊറ്റ ഒരു സാലവൃക്ഷത്തിനെ എങ്കിലും അങ്ങ് എന്ത് ചെയ്യണം, ഈ നഗ്നമാക്കി കാണിക്കണം, ഇല പൊഴിപ്പിക്കണം. അറ്റ്ലീസ്റ്റ് ഈ വാലിയുടെ കഴിവിൻ്റെ 1/7 ശക്തി അങ്ങേക്കുണ്ടെങ്കിൽ എനിക്ക് സമാധാനമാണ് വാലിയോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങയെ വിശ്വസിച്ച് ഞാൻ യുദ്ധം ചെയ്യാൻ പോകാം എന്നൊക്കെ പറഞ്ഞു. രാമചന്ദ്രമൂർത്തി ഒന്നും മിണ്ടാതെ, അവരിപ്പം നിൽക്കുന്നത് ആ സാലവൃക്ഷങ്ങളുടെ നടുക്കാണ്. അപ്പോൾ അവിടെ നിന്നും എന്ത് ചെയ്യാൻ തുടങ്ങി, പതുക്കെ പുറത്തേക്ക് വന്നു. എന്താണ് രാമചന്ദ്രമൂർത്തി ചിന്തിക്കുന്നത് എന്നും പ്രവർത്തിക്കാൻ പോകുന്നതെന്നും ആർക്കും അറിയില്ല. പക്ഷെ എല്ലാവരും അത്ഭുതകരമായിട്ടുള്ള ആ ഒരു കാര്യമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയതിൻ്റെ പിന്നാലെ അവരും ആ സർക്കിളിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്നു. അതിൻ്റെ പെരിമീറ്റർ, അതായത് ഈ വൃത്താകൃതിയിൽ ഈ സാലവൃക്ഷങ്ങൾ നിൽക്കുന്നതിൻ്റെ അകത്തു നിന്നും അവരിറങ്ങി അതിൻ്റെ പുറത്ത് വന്നു. രാമചന്ദ്രമൂർത്തി അവിടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാല് വന്നിട്ട് ഒരു ചെറിയ മൺകൂനിയുടെ മേൽ വിശ്രമിക്കുന്നു. അദ്ദേഹം വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. എന്താണ് ഈ അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വീക്ഷിച്ച് ലക്ഷ്മണനും തിരികെ വന്നു, ഹനുമാനും വന്നു, നളനും നീലനും സുഗ്രീവനും എല്ലാവരും വന്നു. അങ്ങനെ അവർ നിൽക്കുമ്പോൾ രാമചന്ദ്രമൂർത്തി എന്ത് ചെയ്യുന്നു, തൻ്റെ കോദണ്ഡം ആകാശത്തിലേക്ക് ഉയർത്തി, എന്നിട്ട് അതിൻ്റെ ഞാൻ വലിച്ച് ചെവി വരെയാക്കിയിട്ട് ഒന്ന് വിട്ടു. ആ ഞാണൊലി കേട്ടതും അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം വന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി, പേടിച്ച് വിറച്ച്. അതിൻ്റെ പ്രകമ്പനം കാരണം അവിടെ ഉണ്ടായിരുന്ന മരത്തിലെ പക്ഷികളെല്ലാം തന്നെ ചിലച്ചുകൊണ്ട് പറക്കാൻ തുടങ്ങി. അതിനുശേഷം രാമചന്ദ്രമൂർത്തി ആ കോദണ്ഡത്തിനെ സമാന്തരമായി, ഭൂമിക്ക് സമാന്തരമായിട്ട് പിടിച്ചു. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് തൻ്റെ ആവനാഴിയിൽ നിന്നും ഒരു അമ്പ്, സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള ഒരു അമ്പ് എടുത്തിട്ട് ഈ കയ്യിൽ പിടിച്ചു. എന്നിട്ട് അദ്ദേഹം കണ്ണടച്ച് എന്തോ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. എല്ലാവരും വിചാരിച്ചു ഇപ്പം ഈ അസ്ത്രത്തിൽ എന്ത് ചെയ്യും, അമ്പ് വില്ലിൽ അമ്പ് ചേർത്തിട്ട് അതിനെ സ്വതന്ത്രമാക്കും എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാമചന്ദ്രമൂർത്തി എന്ത് ചെയ്യുകയാണ്, ആരും പ്രതീക്ഷിക്കാതെ രാമചന്ദ്രമൂർത്തിയുടെ വലത്ത് കാല് വന്നിട്ട് ഒരു മൺകൂനയുടെ ചെറിയൊരു മൺകൂന അവിടെയുണ്ട്, അതിൻ്റെ മേലെയാണ് ഒരു കൽക്കൂന അവിടെയുണ്ട്, അതിൻ്റെ മേലെയാണ് റെസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം കണ്ണടച്ച് പ്രാർത്ഥിച്ചതും ഇവർ എല്ലാം പ്രതീക്ഷിക്കുന്നത് ഇദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യും, ഈ അസ്ത്രത്തിനെ വന്നിട്ട് വില്ലിൽ ബന്ധിച്ച് അതിനെ സ്വതന്ത്രമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് രാമചന്ദ്രമൂർത്തി ആ മൺകൂനയുടെ മേൽ ആഞ്ഞു ചവിട്ടി. ആ മൺകൂന എന്ത് ചെയ്യുന്നു, ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷമായതും വളരെ അത്ഭുതകരമായിട്ട് ഒരു കാര്യം അവിടെ സംഭവിച്ചു. അപ്പോൾ ലക്ഷ്മണൻ അപ്പോഴാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ചിന്തിക്കുന്നത്. ലക്ഷ്മണൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്താണ് രാമചന്ദ്രമൂർത്തി ചെയ്യാൻ പോകുന്നത് എന്ന്. 2 വർഷം മുന്നേ അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സുതീക്ഷ്ണ ആശ്രമത്തിൽ നിന്നും അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലേക്ക് പോകുമ്പോൾ സുതീക്ഷ്ണ മഹർഷി ഈ സാലവൃക്ഷങ്ങളുടെ കഥ പറഞ്ഞു തന്നത് ആരോർക്കുന്നു, ലക്ഷ്മണൻ ഓർക്കുന്നു. അപ്പോൾ ലക്ഷ്മണൻ ഓർക്കുന്നു, ആരാണ് ഈ 7 സാലവൃക്ഷങ്ങൾ? ഇത് മണിഭദ്രൻ എന്ന ചന്ദ്രവംശത്തിൽ പിറന്ന ഒരു രാജാവിൻ്റെ 7 പുത്രന്മാരാണ്. മായാസുരൻ എന്ന് പറയുന്ന അസുരൻ, നമ്മുടെ മായാവിയുടെയും ദുന്ദുബിയുടെയും അച്ഛൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നും മന്ത്രവിദ്യ എല്ലാം പഠിച്ച് വളരെയധികം അഹങ്കാരികളായിട്ട് മാറി. അവരെന്നിട്ട് ഈ 7 ആ രാജാവിൻ്റെ 7 പുത്രന്മാരും വന്നിട്ട് ഒരു മായ പെരുമ്പാമ്പിനെ ഉണ്ടാക്കി. ഒരു പെരുമ്പാമ്പ്, പക്ഷെ അത് മായ കൊണ്ടാണ്, അവർ മായാവിദ്യ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ആ പെരുമ്പാമ്പിൻ്റെ മേലെയാണ് ഇവർ സഞ്ചരിക്കുന്നത്. ലോകം മുഴുവൻ സഞ്ചരിച്ച് ആൾക്കാരെ പേടിപ്പിക്കുകയും കളിപ്പിക്കുകയും ഒക്കെയാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ പെരുമ്പാമ്പിനെയും കൊണ്ട് ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ അവർ അഗസ്ത്യ ഋഷിയെ കാണുകയുണ്ടായി. അഗസ്ത്യ ഋഷിയുടെ തപശക്തിയെയും കഴിവിനെയും കുറിച്ച് ഒരു ജ്ഞാനവുമില്ലാതെ ഇവർ അഗസ്ത്യ ഋഷിയെ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു.
അഗസ്ത്യ ഋഷി ആ പരീക്ഷണം അവരുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിച്ചു. എന്താണ് അവർ ചെയ്തത്? അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ മായപ്പെരുമ്പാമ്പിനെ എന്ത് ചെയ്തു? അവർ ഒരു സ്ഥലത്ത് ചുരുട്ടിയിട്ടു. എന്നിട്ട് അതിൻ്റെ മേലെ ഈ 7 സാലവൃക്ഷങ്ങളായിട്ട് മാറി നിന്നു. അഗസ്ത്യ ഋഷി അറിയാതെ ഈ വൃക്ഷങ്ങൾക്കിടയിൽ വരുമ്പോൾ ആ പെരുമ്പാമ്പിനെ എന്ത് ചെയ്യണം? അതിൻ്റെ കോയിൽ, അതായത് അതിൻ്റെ ആ ചുരുളുകൾ ഞെരുക്കി എന്ത് ചെയ്യണം? ഈ വൃക്ഷങ്ങളെ അടുപ്പിച്ച് അഗസ്ത്യ ഋഷിയെ ഞെരുക്കണം എന്നാണ് ഇവർ ചിന്തിച്ചത്. പക്ഷേ അഗസ്ത്യ ഋഷി എന്ത് ചെയ്തു? ഇവരുടെ ആവശ്യം അല്ലെങ്കിൽ ഇവരുടെ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അവർക്ക് ശാപവും കൊടുത്തു. എന്താണ് കൊടുത്ത ശാപം? വൃക്ഷങ്ങളായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന്. വളരെ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് കരഞ്ഞ് കേണപേക്ഷിച്ച് ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അഗസ്ത്യ ഋഷി പറഞ്ഞു, ത്രേതായുഗത്തിൽ രാമചന്ദ്രമൂർത്തി ഈ വഴി വരുമ്പോൾ, ത്രേതായുഗത്തിലല്ല ആ യുഗത്തിൽ തന്നെയാണ് ഈ കാര്യം സംഭവിക്കുന്നത്. അപ്പോൾ രാമചന്ദ്രമൂർത്തി ഈ വഴി വരുമ്പോൾ നിങ്ങൾക്ക് ശാപമോക്ഷം. അന്ന് മുതൽ ഈ വടവൃക്ഷങ്ങൾ ഇങ്ങനെ വൃത്താകൃതിയിൽ നിൽക്കുകയാണ്. ഇപ്പം രാമചന്ദ്രമൂർത്തി എന്താണ് ചെയ്തത്? ആ മൺകൂന എന്ന് പറയുന്നത് എന്താണ്? ലക്ഷ്മണന് മനസ്സിലാകുന്നു എന്താണ് അദ്ദേഹം ചെയ്യുന്നത്. ആ മൺകൂന എന്ന് പറയുന്നത് ഈ മായപ്പെരുമ്പാമ്പിൻ്റെ തലയാണ്. അതിൻ്റെ മേലെയാണ് അദ്ദേഹം ചവിട്ടിയത്. അതിൽ മർമ്മത്തിൽ പ്രഹരിച്ചത് കൊണ്ട് ഈ പെരുമ്പാമ്പ് ജോൾട്ട് ചെയ്ത് എന്ത് ചെയ്തു? ഈ കോയിൽ അഴിഞ്ഞിട്ട് ആ പെരുമ്പാമ്പ് സ്ട്രെയിറ്റായി നേരെയായതും ഈ വടവൃക്ഷങ്ങളിൽ 7 പേര് വൃത്താകൃതിയിൽ നിന്നത് എന്ത് ചെയ്തു? ഈ വടവൃക്ഷങ്ങളെല്ലാം ഒരു നേർരേഖയിലായി. രാമചന്ദ്രമൂർത്തി ഇത്രയും ചെയ്തതും ഇവരെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നിമിഷാർദ്ധത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ 7 വടവൃക്ഷങ്ങളും നേരെയാവുകയും രാമചന്ദ്രമൂർത്തി തൻ്റെ അമ്പില് വന്നിരുന്ന ആ വില്ലിലെ ബന്ധിച്ചിരുന്ന ആ സ്വർണ്ണ അമ്പിനെ വന്നിട്ട് റിലീസ് ചെയ്തത് ഒരുമിച്ചാണ്. സുഗ്രീവന് മനസ്സിലായില്ല എപ്പോഴാണ് ആ അമ്പ് റിലീസ് ചെയ്തത് എന്ന്. ഒരു സ്വർണ്ണരാശി തൻ്റെ മുന്നിൽ കൂടി പോകുന്നത് മാത്രമേ സുഗ്രീവൻ കണ്ടുള്ളൂ. അത്രയ്ക്ക് വേഗതയും അത്രയ്ക്ക് ബലവുമായിരുന്നു അതിന്. എന്താണ് സംഭവിച്ചത്? ആ അമ്പ് ഒരു സാലവൃക്ഷത്തിൻ്റെ തടിയെ തുറന്നു കയറി. എന്ത് ചെയ്തു? തടിയെ തുറന്നു കയറുക മാത്രമല്ല, അതിൻ്റെ പ്രകമ്പനം കൊണ്ട്, ആ തുറന്നു കയറിയ ബലം കൊണ്ട് എന്ത് സംഭവിച്ചു? ഈ വടവൃക്ഷങ്ങളെല്ലാം ഈ ഒരു വടവൃക്ഷം, ആ തുറന്നു കയറിയ വടവൃക്ഷം റിവർബറേറ്റ് ചെയ്ത് അതിൻ്റെ ബ്രാഞ്ചസിൽ നിന്നുള്ള ഇലയെല്ലാം വന്നിട്ട് പൊഴിച്ചു കളഞ്ഞു. എന്നിട്ട് ഇത് മാത്രമല്ല, അതിൻ്റെ വേഗതയോ അതിൻ്റെ ബലമോ ചോരാതെ ഈ അമ്പ് 1, 2, 3, 4, 5, 6, 7 വടവൃക്ഷങ്ങളെയും ഈ പ്രകാരം തുരന്നു കയറി. അതുകൊണ്ടും തീർന്നില്ല. ഇത്രയധികം വടവൃക്ഷങ്ങൾ ഒരുമിച്ച് ഇളകി ആടി അത് മുഴുവൻ ആ 7 വടവൃക്ഷങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്തു? ആ ഇലയെല്ലാം പൊഴിച്ച് നഗ്നമായതും ആ അമ്പ് എന്നിട്ടും നിൽക്കാതെ പർവ്വതത്തിനെ തുളച്ച് അതിൻ്റെ അകത്തേക്ക് പോയി എന്ത് ചെയ്യുന്ന? അതല വിതല സുതല തലാതല രസാതല മഹാതല പാതാളത്തെയും തുറന്നു കയറി അവിടെ കൂടെ എല്ലാം സഞ്ചരിച്ച് തിരികെ രാമചന്ദ്രമൂർത്തിയുടെ ആവനാഴിയിൽ വന്നിരുന്നു. ഇതൊന്നും സുഗ്രീവൻ കാണുന്നില്ല, ആ വാനരന്മാരും കാണുന്നില്ല. അവരാകപ്പാടെ ഈ വടവൃക്ഷങ്ങളെല്ലാം ഒരുമിച്ച് കുലുങ്ങി വിറയ്ക്കുന്നതും ഈ അമ്പ് ട്രാവൽ ചെയ്യുന്നതും ഭൂമിക്കടിയിലേക്ക് പോകുന്നതും തിരിച്ച് രാമചന്ദ്രമൂർത്തി ആവനാഴിയിൽ വന്നിരിക്കുന്നതും മാത്രമേ അവർക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അവർ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ അമ്പ് തിരിച്ചു വരുന്നതും വരെ ഈ വില്ല് വന്നിട്ട് അതിൻ്റെ ഞാൺ വന്നിട്ട് പ്രകമ്പനം കൊണ്ടുകൊണ്ടേയിരിക്കുകയാണ്. തിരിച്ചു വന്നതും ഇവർ കാണുന്നു ഈ ഒരു വടവൃക്ഷം വന്നിട്ട് എന്ത് ചെയ്യുന്നു? മുഴുവൻ വടവൃക്ഷങ്ങളും എന്ത് ചെയ്തിരിക്കുന്നു? ഇല പൊഴിച്ച് നഗ്നമായിരിക്കുന്നു. അപ്പോൾ സുഗ്രീവൻ എന്ത് ചെയ്യുന്നു? സുഗ്രീവൻ തുള്ളിച്ചാടാൻ തുടങ്ങി. സുഗ്രീവൻ ആദ്യമായിട്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. ഈ ഒരു കാര്യം വന്നിട്ട് ലക്ഷ്മണനും ഹനുമാനും മാത്രമേ ഇത്രയും മനസ്സിലായിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഇത് കാണുകയാണ് ചെയ്യുന്നത്. നിമിഷാർദ്ധത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അവർ കണ്ടിട്ട് അത്ഭുതത്തോടു കൂടി വായും തുറന്ന് നിൽക്കുകയാണ്. സുഗ്രീവൻ തുള്ളിച്ചാടാൻ തുടങ്ങി. സുഗ്രീവൻ വന്നിട്ട് ഞാൻ സ്വതന്ത്രനായി എന്ന് പറഞ്ഞ് വിളിച്ച് തുള്ളിച്ചാടാൻ തുടങ്ങി. കൂട്ടുകാരെല്ലാം നോക്കി നിൽക്കുമ്പോൾ സുഗ്രീവൻ എന്ത് ചെയ്യുന്നു? നേരെ രാമചന്ദ്രമൂർത്തിയുടെ മുന്നിൽ ചെന്ന് മുട്ടുകുത്തിയിരുന്നു. തൻ്റെ കിരീടമെടുത്ത് രാമചന്ദ്രമൂർത്തിയുടെ കാൽക്കൽ വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് രാമചന്ദ്രമൂർത്തിയുടെ പാദം കഴുകിയിട്ട് സുഗ്രീവൻ പറയുകയാണ്, ഞാൻ ഈ ഒരു അസ്ത്രം ഇത്ര വേഗതയിലും ഇത്ര ശക്തിയിലും പോകുന്നത് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. ദേവന്മാരെല്ലാം ചേർന്ന് നിന്ന് അങ്ങയോട് യുദ്ധം ചെയ്താലും അങ്ങ് വിജയിയാകുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. വാലിയുടെ കാര്യം പിന്നെ ഞാൻ എന്ത് പറയാനാണ്? അങ്ങയുടെ
എനിക്ക് ആദ്യമായിട്ടാണ്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇന്ന് എനിക്ക് ഇത്രയധികം സന്തോഷം വരുന്നത്. ഞാൻ സ്വതന്ത്രനാകാൻ പോവുകയാണ് എന്ന് എനിക്ക് ഉറപ്പായി. അങ്ങ് ഇന്ന് തന്നെ എന്നെ വാലിയുമായിട്ട് യുദ്ധം ചെയ്യാൻ അനുവദിക്കണം, ഇന്ന് തന്നെ വാലിയുമായിട്ട് യുദ്ധം ചെയ്യാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് സുഗ്രീവൻ രാമചന്ദ്രമൂർത്തിയുടെ കാലുക്കൽ വീണ് കെട്ടിപ്പിടിച്ചു. സുഗ്രീവനെ രാമചന്ദ്രമൂർത്തി എഴുന്നേൽപ്പിച്ചിട്ട് തലകുലക്കി. അതായത് ആ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അനുമതി കൊടുക്കുകയും ചെയ്തു. അവരങ്ങനെ ആ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നത്, അവിടെ ചെന്ന് ആ യുദ്ധത്തിൽ വാലി കൊല്ലപ്പെടുമോ ഇല്ലയോ, അല്ലെങ്കിൽ എന്താണ് പിന്നെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരേ കൃഷ്ണ.